അന്തരിച്ച നടൻ നവാസിന് സിനിമാ ലോകം വിട നൽകുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിച്ചു. സ്നേഹമോൾ നേരാൻ ചേരുന്നുണ്ട്. സ്നേഹ, അപ്രതീക്ഷിത വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹിതർ, സഹപ്രവർത്തകർ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ വരവ്, എത്ര സമയം ഇനി പൊതുദർശനത്തിനുള്ള സമയം ക്രമീകരിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ വിവരങ്ങൾ? പ്രജീഷ്, ഇനി 1 മണിക്കൂറും കൂടിയാണ് ആലുവയിലെ കലാഭവൻ നവാസിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിനായുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നിരവധിയായ ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് എത്തി, ഉമാ തോമസ് MLA എത്തി, ഹൈബീഡൻ MP എത്തി, ഇനി ശ്വേതാ മേനോൻ, ജയൻ ചേർത്തല, കലാഭവൻ ഷാജോൻ, അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ കലാരംഗത്തുള്ള നിരവധിയായ ആളുകൾ ഇവിടേക്കെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കൂടിയേ ഉള്ളൂ ഇനി വീട്ടിൽ പൊതുദർശനം നടക്കുക. അതിനുശേഷം ആലുവ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ഏകദേശം ഒരു 5:30 കൂടി തന്നെ ഖബറടക്കം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച പോസ്റ്റ്, അതാണ് ഇപ്പോൾ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് പകൽ സമയത്തൊക്കെ അദ്ദേഹത്തിന് നെഞ്ചുവേദനയുണ്ട് എന്ന് അദ്ദേഹം സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടറോട് വിളിച്ച് സംസാരിച്ചിരുന്നു. ആശുപത്രിയിൽ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം പോകാം എന്ന് തന്നെയായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകാൻ ഇരിക്കുമ്പോഴായിരിക്കണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഹൃദയാഘാതം വന്നത്. കാരണം ഈ ഷൂട്ടിങ്ങിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നെഞ്ചുവേദന ഉണ്ടായ കാര്യം അദ്ദേഹം അത്ര കാര്യമായി തന്നെ അല്ലെങ്കിൽ ഗൗനിക്കാതെ ഇരുന്നത് എന്ന് തന്നെയാണ് സഹപ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവയ്ക്കുന്ന കുറിപ്പ് എന്ന് പറയുന്നത്. ഏതായാലും ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ചോറ്റാനിക്കരയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് കലാഭവൻ നവാസിൻ്റെ അന്ത്യം. ജീവനക്കാർ നമ്മളോട് പ്രതികരിച്ചതനുസരിച്ച് ചെക്കൗട്ടിൻ്റെ സമയമായിട്ടും അദ്ദേഹം പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ഈ ജീവനക്കാർ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി നോക്കിയിരുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഇതര ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല. അങ്ങനെ കതക് തുറന്നിരുന്നു. കതക് ഉള്ളിൽ നിന്നും ലോക്കല്ലായിരുന്നു. അങ്ങനെ കതക് തുറന്നപ്പോഴായിരുന്നു അദ്ദേഹം ജീവനറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരും സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രാത്രിയോടുകൂടി തന്നെ കൊണ്ടുപോവുകയായിരുന്നു. പ്രകമ്പനം സിനിമയുടെ ഷൂട്ടിങ്ങിനായിരുന്നു അദ്ദേഹം ഈ ചോറ്റാനിക്കരയിലുള്ള സ്വകാര്യ ഹോട്ടലിലെത്തിയത്. ഏകദേശം ഒരാഴ്ചത്തോളമായി അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട് എന്ന് ജീവനക്കാർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അവസാനിച്ച് വീട്ടിലേക്ക് മടങ്ങാനിരിക്കവെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അതിലും പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഹൃദയാഘാതം തന്നെയെന്ന് ഡോക്ടർമാരും സ്ഥിരീകരിക്കുകയായിരുന്നു. ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ആളുകളുടെ പ്രതികരണമനുസരിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ കലാരംഗത്ത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. 1992 അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നത്. സ്റ്റേജ് ഷോകളിലായാലും സിനിമകളിലായാലും സീരിയലിലായാലും കോമഡി ഷോകളിലായാലും അങ്ങനെ നിറഞ്ഞ് നിന്നിരുന്ന ഒരു താരം കൂടിയാണ്. നിരവധി സിനിമകളിലൂടെ വെട്ടം, ചെന്താമാമ തുടങ്ങി നിരവധി സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ ഒരു വ്യക്തി തന്നെയാണ് കലാഭവൻ നവാസ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കലാപാരമ്പര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അച്ഛൻ, ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ കലാരംഗത്ത് ഒക്കെ തന്നെയും സജീവമായിരുന്നു. ഇപ്പോഴും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ സ്നേഹ തുടരുക. അങ്ങനെ സിനിമാ ലോകത്തെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി വിയോഗം നമ്മയൊക്കെ തന്നെ ഏവരെയും സ്നേഹിക്കുന്ന കലാകാരനെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ തന്നെ വലിയ തീരാവേദനയാണ് പങ്കുവെച്ചുകൊണ്ടാണ് വിട പറയുന്നത്.